ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മളെ സൈക്കിൾ പഠിക്കാൻ സഹായിച്ച ആൾ, നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്ത ആൾ നമ്മളോട് പറഞ്ഞു തന്നൊരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. നമ്മൾ ആ സൈക്കിളിൽ കയറി ഇരുന്നിട്ട് ഹാൻഡിലൊക്കെ പിടിച്ച് നമ്മൾ ഈ സൈക്കിളിൽ രണ്ട് ടയറിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ച നമ്മുടെ എല്ലാവരുടെയും നോട്ടം മുഴുവൻ പലപ്പോഴും ഈ മുമ്പിലുള്ള ടയറിലോട്ടായിരുന്നു, ഫ്രണ്ടിലെ ടയറിലേക്ക്. ആ ടയർ നേരെയാണോ നോക്കാൻ വേണ്ടി നമ്മൾ ഈ ഹാൻഡിലെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്ത ആൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. താഴോട്ട് നോക്കി നിൽക്കാതെ നേരെ മുമ്പോട്ട് നോക്കി നിൽക്കുക. ഈ ടയറിലോട്ട് നോക്കി നിന്നാൽ ചിലപ്പോൾ വീഴും, ബാലൻസ് തെറ്റും. നേരെ മുമ്പോട്ട് നോക്കുക, തലയുയർത്തി പിടിക്കുക, നേരെ പോയാൽ വീഴാണ്ടിരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വീണിട്ട് എഴുന്നേറ്റിട്ട് പഠിച്ചത് ഇങ്ങനെയാണ്. പലപ്പോഴും വീഴാൻ കാരണമായത് ഈ മുമ്പിലെ ടയറിലോട്ട് നോക്കി ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കി ഈ കുഞ്ഞ് നോട്ടം നോക്കിക്കൊണ്ടിരുന്നു. നേരെ നോക്കിയ സമയത്തൊക്കെ സൈക്കിളിൻ്റെ ബാലൻസ് കിട്ടുകയും ചെയ്തു. ഇങ്ങനെ ആയിരിക്കാം നമ്മളെല്ലാവരും പഠിച്ചത്. നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ ഈ തൊട്ടടുത്തുള്ള ഈ ഒരു കുഞ്ഞ് ടയറിലോട്ട് നോക്കിക്കാം, ഇല്ലെങ്കിൽ നേരെ മുമ്പിൽ നീണ്ടു കിടക്കുന്ന ആ റോഡിലേക്ക് നോക്കി നിൽക്കാം. പലപ്പോഴും ഈ കുഞ്ഞ് ടയറിലോട്ട് ഇതിൻ്റെ കറക്കം, ഇതിൻ്റെ ബാലൻസ് ഒക്കെ നോക്കി ശ്രദ്ധിച്ച് നിന്ന് നമ്മൾ മുമ്പിലുള്ള സാധ്യതകളെ കാണാൻ പറ്റാതെ പോയിട്ടുണ്ട്. നമ്മൾ വീഴാൻ ഇടയായിട്ടുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സമയം എടുത്തിട്ട് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം അതിൻ്റെ 19-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഏലിയ പ്രവാചകനെ കുറിച്ചുള്ള ബ്യൂട്ടിഫുൾ ആയ ഒരു എഴുത്താണ്. ഏലിയ ഇങ്ങനെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം, കർത്താവിൻ്റെ വലിയൊരു പദ്ധതി പ്രകാരമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പലയിടങ്ങളിലേക്കും പല സാഹചര്യങ്ങളിലേക്കൊക്കെ ചെല്ലുന്നു. ഒടുക്കം ഹോറേബ് മലയുടെ ആ സാഹചര്യത്തിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ 19-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ സ്വരം ഇങ്ങനെ ഏലിയ പ്രവാചകൻ്റെ അടുത്ത് വരുന്നുണ്ട്. സ്വരം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്നാ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഏലിയ പറയുന്നുണ്ട്, കർത്താവിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. പിന്നീട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏലിയ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 11-12 വാക്യങ്ങളിലൊക്കെ എൻ്റെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു വാക്യം, ഈ ഒരു തീക്ഷ്ണതയെക്കുറിച്ചുള്ള, ജ്വലനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒത്തിരി ചിന്തിച്ചപ്പോഴും ഒരുപാട് നമ്മൾ ധ്യാനിച്ചിട്ടുള്ളപ്പോഴും രണ്ട് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഏലിയ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഒന്ന് എപ്പോഴാണെന്നറിയോ? 19-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഏലിയായോട് കർത്താവ് ഇത് ചോദിക്കുമ്പോൾ ഏലിയ ഒരു ഗുഹയ്ക്കകത്താണ്, ഒരു കേവിനകത്താണ്, ഒരു ഗുഹയ്ക്കകത്താണ്. അവിടെ നിന്ന് ചോദിക്കുമ്പോൾ കർത്താവിന് മറുപടി കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് തിരിച്ച് ഏലിയായോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഈ ഗുഹയിൽ നിന്നിറങ്ങി മലയിൽ ദൈവ സാന്നിധ്യത്തിൽ വന്ന് നിൽക്കുക, മലയിലേക്ക് കയറുക. ഗുഹയിൽ നിന്നിറങ്ങി മലയിലേക്ക് കയറുക. ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് മുമ്പേ പറഞ്ഞ ഈ സൈക്കിളിൻ്റെ സാഹചര്യം, മുമ്പിലുള്ള റോഡിൻ്റെ സാഹചര്യം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒന്നിന് പുറകെ ഒന്നായിട്ട് സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരും. പലപ്പോഴും ഇതിനൊന്ന് ഓവർകം ചെയ്യാൻ, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിച്ചോടിക്കാൻ, എങ്ങനെയെങ്കിലും ഇനിയൊന്ന് എഴുന്നേറ്റ് നടന്ന് മുമ്പോട്ട് പോകാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും മുമ്പോട്ട് പോകാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഈ തൊട്ടടുത്തുള്ള ഈ സംഭവത്തെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടയർ, ഈ ലൈഫ്, ഈ പ്രശ്നം ആദ്യം ഒന്ന് സോൾവ് ആകട്ടെ, എന്നിട്ട് മുമ്പോട്ട് പോകാം. നമ്മൾ അതിനെ മാത്രം നോക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ തല പലപ്പോഴും താഴ്ന്നു നിൽക്കുകയാണ്. മുമ്പോട്ട് നോക്കാൻ പറ്റുന്നില്ല, ശിരസ് ഉയർത്തി പിടിക്കാൻ പറ്റുന്നില്ല, മുമ്പിലുള്ള സാധ്യതകൾ കാണുന്നില്ല. ആകെ മൊത്തം ഈ ഒരു ഗുഹയെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരു ടണൽ വിഷനാണ്. ഒരു ടണലിലൊക്കെ നിങ്ങളിപ്പോൾ ഈ വഴിയരികിലൊക്കെ പണിക്കൊക്കെ ഇട്ടേക്കുന്ന ടണലിനകത്തൂടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഒരു വട്ടം മാത്രം, ഇരുട്ട് വെട്ടം, ഒരു വട്ടം, അപ്പുറത്തൊരു വെട്ടം കാണുന്നില്ല. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാണ്. ഈ ടണലിനകത്ത് കയറിയിരുന്നാൽ, ഈ ഗുഹയ്ക്കകത്ത് കയറിയിരുന്നാൽ അങ്ങേ അറ്റത്തുള്ള വലിയ സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റാണ്ട് പോകും. ഈ ടണലിൽ നിന്ന് പുറത്തോട്ട് വരിക, ഈ ഗുഹയിൽ നിന്ന് പുറത്തോട്ട് വരിക, എന്നിട്ട് എവിടെയെങ്കിലും പോയി നിന്നാൽ പോരാ. ഏലിയോട് കർത്താവ് പറയുന്നുണ്ട്, ഗുഹയിൽ നിന്നിറങ്ങി മലയിൽ ദൈവസാന്നിധ്യത്തിൽ പോയി നിൽക്കുക. ഈ ഗുഹയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ടണലിനകത്തൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധ്യത നീ കാണുള്ളൂ. പക്ഷെ ഒരു മലമുകളിൽ ദൈവസാന്നിധ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ നിൻ്റെ തല ഉയർന്നു നിൽക്കും, കണ്ണിന് വലിയൊരു ആംഗിൾ കിട്ടും, ഒത്തിരി കാര്യങ്ങളും ഒത്തിരി സാധ്യതകളും നിൻ്റെ മുമ്പിൽ നിൽക്കും. ഉറപ്പാണ്, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ വീഴും, നീ പഠിക്കുമ്പം വീഴും, നീ സ്നേഹിക്കുമ്പം വീഴും, നീ ജോലി ചെയ്യുമ്പം വീഴും, നീ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ഉറപ്പായിട്ടും വീഴും. എഴുന്നേക്കണമല്ലോ. ഇനി എഴുന്നേറ്റ് മുമ്പോട്ട് പോകണമെങ്കിൽ ആദ്യം ഈ കുഞ്ഞു പ്രശ്നത്തിൽ നിന്ന് നോട്ടം മാറ്റി മുമ്പിലുള്ള തുറന്നു കിടക്കുന്ന റോഡിലേക്ക് നോക്കുക. ഒരുപാട് സാധ്യതകൾ മുമ്പിൽ കിടപ്പുണ്ട്. ഈ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക, മലയിൽ ദൈവസാന്നിധ്യത്തിൽ നിൽക്കുക. കർത്താവിൻ്റെ കണ്ണിൽ കൂടെ ഈ സാധ്യതകൾ മുഴുവൻ നിനക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മുഖം വിടരും, പുഞ്ചിരി വരും, മനസ്സിലൊരു ആനന്ദം നിറയും. ഈ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് ബാലൻസ് കിട്ടി നീ നേരെ പോവുക തന്നെ ചെയ്യും. നമുക്ക് സൈക്കിൾ ഓടിക്കാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ. ജീവിതം മുമ്പോട്ട് ചവിട്ടി നീങ്ങണമെങ്കിൽ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യണം. ഈ സൈക്കിളിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. ഇന്ന് സൈക്കിളിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ചിന്തിച്ചു. സൈക്കിൾ ഓടിക്കാൻ പോയി ഉരുണ്ടെന്ന് വീണേക്കല്ല്, എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ. ചവിട്ടിക്കൊണ്ടിരിക്കുക. കീഴെ ഈ കുഞ്ഞ് ടയറിലോട്ട് നോക്കിയിട്ടല്ല, മുമ്പിൽ റോഡ് നോക്കി ചവിട്ടിക്കൊണ്ടിരിക്കുക. മുമ്പിൽ ഈശോയുണ്ട്. ആ ഈശോയുടെ കണ്ണിൽ കൂടെ എല്ലാം കാണുക. കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിശാലമായ സമൃദ്ധമായ ഒരു ജീവിതം, ആനന്ദമായ വിശുദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടി നോക്കിയിരിക്കുക. കുഞ്ഞു കാര്യങ്ങളിൽ കണ്ണുടക്കാതെ മുമ്പിലുള്ള ഈശോയെ നോക്കി എല്ലാം നന്നായിട്ട് ചെയ്യുക. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. തമ്പുരാൻ്റെ കൃപ എല്ലാം തുറന്നു കാണാനുള്ള
കണ്ണ് നിങ്ങൾക്ക് തരട്ടെ. ഈശോയുടെ നാമം ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.